പ്രിയപ്പെട്ടവരെ, +1 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ അവകാശം സമത്വത്തിനുള്ള അവകാശമാണ്. നമ്മളത് ഡീറ്റെയിൽഡായിട്ട് കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യവും സമത്വവും ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായ 2 അവകാശങ്ങളാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സ്വാതന്ത്ര്യമാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്നാൽ അനിയന്ത്രിതമായ ഒരു അവസ്ഥയല്ല. യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരല്ല സ്വാതന്ത്ര്യം. മറ്റുള്ളവർക്ക് ഹാനികരമാകാതെ, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നാണ് വിളിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ വിളിക്കാനുള്ള കാരണം ഇതാണ്. കാരണം ഈ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ 6 പ്രധാനപ്പെട്ട മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ 19ാമത്തെ ആർട്ടിക്കിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. ഒന്നാമത്തേതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള അവകാശം. രാജഭരണ കാലഘട്ടങ്ങളിൽ രാജാവിനെതിരായി ചിന്തിച്ചാൽ പോലും, ചിന്തിച്ചാൽ പോലും ശിക്ഷിക്കപ്പെടുന്ന, മരണശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിന്ന് സ്വാതന്ത്ര്യത്തിനുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒക്കെ നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാരങ്ങൾ, നമ്മുടേതായ സൃഷ്ടികൾ, നാടകങ്ങളോ കഥകളോ രചനകളോ കവിതകളോ എന്തും നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളിലൊന്നാണ് അതിലെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം. രണ്ടാമത്തെ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. സമ്മേളന സ്വാതന്ത്ര്യത്തോടൊപ്പം അടുത്ത അവകാശമാണ് സംഘടനാ സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനും ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അവരവരുടേതായ അസോസിയേഷനുകളും ഒക്കെ രൂപീകരിക്കാൻ കഴിയുന്നത് ഈ അവകാശത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നത് തന്നെ ഒരു വലിയ അവകാശമാണ്. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് പോയി നമുക്ക് അവിടെ പാർപ്പിട സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള അവകാശം ഇന്ത്യയിൽ എല്ലാവർക്കുമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം മാത്രമല്ല, ഏത് ഭാഗത്ത് പാർക്കുവാനും സ്ഥിരതാമസമാക്കാനും തുല്യമായ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. അതുപോലെ തന്നെയാണ് തൊഴിലിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ടു ക്യാരി എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഏത് തൊഴിൽ ചെയ്യുന്നതിനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. എന്നാൽ ഈ അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം അനിയന്ത്രിതമല്ല. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് ഇത് വിധേയമാണ്. കാരണം സമൂഹത്തിൻ്റെ പൊതു താൽപ്പര്യം മുൻനിർത്തി, പൗരന്മാരുടെ സ്വാതന്ത്ര്യങ്ങൾ മുൻനിർത്തി അതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. കാരണം അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഈസ് നോട്ട് അൺലിമിറ്റഡ്. അത് അനിയന്ത്രിതമായാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാവും, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ റീസണബിളായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താനുള്ള അധികാരം അത് ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടന നൽകുന്നുണ്ട്. 19ാമത്തെ ആർട്ടിക്കിൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉറപ്പ് നൽകുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാനുള്ളത് ആർട്ടിക്കിൾ 20, പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് കൺവിക്ഷൻ ഫോർ
ഒഫൻസ്. കുറ്റകൃത്യങ്ങൾക്ക് അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം. കുറ്റം ചെയ്യപ്പെട്ടവരെ അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും തടയുന്ന ആർട്ടിക്കിളാണ് ഇത്. ഒരാളൊരു കുറ്റം ചെയ്താൽ ചില കാര്യങ്ങൾ പാലിക്കണം. എന്തൊക്കെ സംരക്ഷണമാണ് കുറ്റം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് പോലും നൽകുന്നു എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. ഒരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷിക്കപ്പെടുന്നതിലും ഒരു ന്യായമുണ്ടാവണം, അവനും ചില അവകാശങ്ങൾ ഉണ്ടാവണം എന്ന് ഭരണഘടന ഉറപ്പാക്കുന്നു. ഒന്ന്, കുറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. എനിക്ക് ഇവനോട് ഭയങ്കര വൈരാഗ്യമുണ്ട് എന്ന് കരുതി ഇവനെ തൂക്കിക്കൊല്ലാൻ ഒരു ജഡ്ജിക്കും കഴിയില്ല. കാരണം കുറ്റം ചെയ്യുമ്പോൾ എന്ത് ശിക്ഷയാണോ ആ കുറ്റത്തിനുള്ളത് ആ ശിക്ഷ മാത്രമേ വിധിക്കാൻ പാടുള്ളൂ. ജഡ്ജി വിചാരിച്ചാൽ പോലും അതിനെ മറികടന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യരുത് എന്നതുകൊണ്ടാണ് അത്തരത്തിൽ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, നോ പേഴ്സൺ വുഡ് ബി പണിഷ്ഡ് ഫോർ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. ഒരു കോടതിയിൽ ഒരു കേസ് വന്നു, ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി, അവനെ ശിക്ഷിച്ചു കഴിയുമ്പോൾ 10 വർഷം കഠിന തടവിനാണ് ശിക്ഷ. കുറ്റവാളിയാണ് എന്ന സംശയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം ചുമത്തി കേസ് വിചാരണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 11 വർഷം കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ 10 വർഷം കഠിന തടവാണ് പ്രതിക്ക് ശിക്ഷയെങ്കിൽ ആ വ്യക്തി അന്ന് റിലീസ് ചെയ്യാൻ സാധിക്കും. കാരണം ഓൾറെഡി അവൻ 10-11 വർഷക്കാലം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതല്ല 15 വർഷമാണ്, 10 വർഷം കഠിന തടവ്, 5 വർഷമാണ് ഇപ്പോൾ ഓൾറെഡി 5 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കൂടെ അനുഭവിച്ചാൽ മതി? 5 വർഷം കൂടെ അനുഭവിച്ചാൽ മതി. അല്ലാതെ പിന്നെയും 10 വർഷം എന്നൊരു ശിക്ഷയില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? നോ പേഴ്സൺ ഷാൽ ബി ആസ്ക്ഡ് ടു ഗീവ് എവിഡൻസ് ഹിംസെൽഫ്. അയാൾക്കെതിരെ അയാൾ തന്നെ സാക്ഷിയാവാൻ നിർബന്ധിക്കാൻ പാടില്ല. സ്വയം സാക്ഷിയാവാം, ഞാനാണ് കുറ്റം ചെയ്തത് എന്ന് ഏറ്റുപറയാം. പക്ഷെ ഒരാൾ ഞാനാണ് കുറ്റവാളി എന്ന് ഏറ്റുപറഞ്ഞത് കൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്നില്ല. അതെങ്ങനെ വേണമെങ്കിലും പറയിപ്പിക്കാം എന്നതുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്. അയാൾക്കെതിരെ സാക്ഷിയാകാൻ അയാളെ തന്നെ നിർബന്ധിക്കാൻ പാടില്ല. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ്. അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ഇതും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ദ മോസ്റ്റ് വാല്യുബിൾ റൈറ്റായിട്ട് അറിയപ്പെടുന്നു. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളിൽ ഒന്നാണ് ജീവിക്കുവാനുള്ള അവകാശം. പൊല്യൂഷൻ ജീവിക്കുവാനുള്ള അവകാശത്തിന് തടസ്സമാണ്. നല്ല വെള്ളം കിട്ടുക എന്നത് ജീവിക്കുവാനുള്ള അവകാശമാണ്. നല്ല ഓക്സിജൻ ലഭിക്കുക എന്നുള്ളത് ജീവിക്കുവാനുള്ള അവകാശമാണ്. അപ്പോൾ ജീവിക്കുവാനുള്ള അവകാശം വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും ഈ കാലഘട്ടത്തിൽ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവകാശങ്ങളിലൊന്നാണ് ജീവിക്കുവാനുള്ള അവകാശം. ഇതിനെ മൗലിക അവകാശത്തിൻ്റെ അടിത്തറ എന്നാണ് വിളിക്കുന്നത്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ അടിത്തറ, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നാണ് ഇത് വിളിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് ഈ ആർട്ടിക്കിളിനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഈ ആർട്ടിക്കിളിലാണ് മറ്റെല്ലാ അവകാശങ്ങളും നിലനിൽക്കുന്നത്. മറ്റെല്ലാ അവകാശങ്ങളുടെയും ഹാർട്ടും സോളും നിലനിൽക്കുന്നത് ഈ അവകാശത്തിലാണ്. കാരണം ജീവിക്കുവാനുള്ള അവകാശമില്ല എങ്കിൽ മറ്റൊരു അവകാശത്തിനും പ്രസക്തിയില്ല. മറ്റെല്ലാ അവകാശങ്ങൾക്കും പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു അവകാശമാണ്. അതുകൊണ്ടാണ് ഇതിനെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ, ബാക്ക് സ്റ്റോൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത 22ാമത്തെ ആർട്ടിക്കിൾ, സ്വാതന്ത്ര്യത്തിൻ്റെ 22ാമത്തെ അവസാനത്തെ ആർട്ടിക്കിൾ, 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 22ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? അന്യായമായി അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം. ഒരാളെയും അന്യായമായി അറസ്റ്റ് ചെയ്യാനോ തടങ്കിൽ വയ്ക്കാനോ പാടില്ല എന്ന് ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് പോലീസിൽ നിന്നാണെപ്പോലും നീതി ലഭിക്കണം. നോ വൺ ക്യാൻ ബി അറസ്റ്റഡ് വിത്തൗട്ട് ബി ഇൻഫോംഡ്. എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല.
2, ദ അറസ്റ്റഡ് പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ബൈ എ ലോയർ ഓഫ് ഹിസ് ചോയ്സ്. അയാൾ ഇഷ്ടപ്പെടുന്ന അഡ്വക്കേറ്റുമായി ബന്ധപ്പെടാനും സംസാരിക്കുവാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. 3, ദ അറസ്റ്റഡ് പേഴ്സൺ മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. 24 മണിക്കൂറിനകം അയാളെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഒരു കുറ്റവാളിയാണെന്ന് കരുതി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അനീതി അയാൾക്കെതിരെ നടക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ, സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുന്നു ഇന്ത്യൻ ഭരണഘടന. അതാണ് ആർട്ടിക്കിൾ 22. എന്നാലും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നൊരു ക്ലോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഒരു പരിധിവരെ ഇതിനെതിരാണെന്ന് നമുക്ക് തോന്നാം. കാരണം ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുൻപായി ഇയാൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഈ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഒരാളെ കരുതൽ തടങ്കലിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സാധിക്കില്ല, അയാൾ അകത്തായി എന്നും വിചാരിക്കേണ്ട. അവിടെയും ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഭരണഘടന നൽകുന്നു. ഒന്ന്, ആ വ്യക്തിക്ക് 3 മാസത്തിൽ കൂടുതൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ പാടില്ല. കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. 3, കരുതൽ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ട വ്യക്തിക്ക് അതിന് മുകളിലുള്ള അതോറിറ്റീസിന് നിവേദനം നൽകാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ മാത്രമേ കരുതൽ തടങ്കലിൽ പോലും ഒരാളെ പാർപ്പിക്കാൻ പാടുള്ളൂ. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്, വലിയ പ്രക്ഷോഭം നടത്താൻ സാധ്യതയുണ്ട്, രാജ്യത്ത് സംഘർഷഭരിതമാക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് കാണുമ്പോൾ അത്തരത്തിൽ നേതൃത്വം വഹിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി സതുദ്ദേശത്തിൽ നിർമ്മിക്കപ്പെട്ട നിയമമാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. പക്ഷേ കാലാകാലങ്ങളിലോ ഗവൺമെൻറ്റുകൾ അതിനെ പലതരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ ഒരു നിയമം ചില അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. പിന്നെ അടുത്ത ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കേണ്ടത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, 3ാമത്തെ നമ്മുടെ അവകാശം. 1ാമത്തേത് സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 23, 24 ആർട്ടിക്കിളുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഒരു വ്യക്തിയെ അന്യായമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23, 24. പ്രൊഹിബിറ്റ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ബോണ്ടഡ് ലേബർ ആൻഡ് ബഗർ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യനെ തന്നെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. പണ്ട് അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു. മനുഷ്യനെ വിറ്റിരുന്നു, വിലയ്ക്ക് വിൽക്കുന്ന വ്യക്തി, വാങ്ങുന്ന മുതലാളി അവനെ എന്ത് വേണേലും ചെയ്യുക, അവനെ കൊണ്ട് എത്ര നാളും പണിയും പിടിപ്പിക്കുക. അത്തരത്തിലുള്ള സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതിനെ നിർത്തലാക്കിക്കൊണ്ട് ഭിക്ഷാടനം പോലും അനുവദനീയമല്ല. അതുവരെ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. അതിൽ നിന്ന് വരെ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. 24 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഖനികളിലോ അപകട സാധ്യതയുള്ള മേഖലകളിലോ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ 23, 24 എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യനുണ്ടാകാവുന്ന ചൂഷണങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ചൂഷണങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23, 24. ഓർത്തിരിക്കണം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24 ആർട്ടിക്കിളുകളാണ്. ഒന്ന്, മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുന്നതും അസാൻമാർഗികമായ ജോലികൾക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ഉപയോഗിക്കുന്നതും തടഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. 24 എന്ന് പറഞ്ഞാൽ 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ചൈൽഡ് ലേബർ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെ ലക്ഷ്യം വെച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇപ്പം നമ്മൾ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസാണ് ഇന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പഠിക്കുന്നത്. ഒന്ന്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും, 2ാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശവും. എല്ലാവരും നന്നായിട്ട് ക്ലാസ് കാണുക, പഠിക്കുക. താങ്ക് യു.